ആലപ്പുഴ മാവേലിക്കരയിൽ KPMS ജില്ലാ കൺവെൻഷനിടെ സംഘർഷം. ബൈജു കലാശാല വിഭാഗം നടത്തിയ കൺവെൻഷനിടെയാണ് സംഘർഷമുണ്ടായത്. പരിപാടി തടയാൻ പുന്നല ശ്രീകുമാർ വിഭാഗം സ്ഥലത്തെത്തിയതാണ് സംഘർഷത്തിന് കാരണം. KPMSന്റെ കൊടിയും പുന്നല ശ്രീകുമാർ വിഭാഗം നശിപ്പിച്ചതായി എതിർ വിഭാഗം ആരോപിക്കുന്നു. പ്രദേശത്ത് സംഘർഷ സാധ്യത തുടരുകയാണ്. അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റിന്റെ മറവിൽ 12 കോടിയിലധികം രൂപ തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട് ഞങ്ങള് ഇഡിക്കും വിജിലൻസിനും ഒക്കെ കേസുകൾ നൽകി വഞ്ചിയൂർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഈ 12 കോടി രൂപ തട്ടിയെടുത്തതിനെതിരെ FIR ഇടണമെന്ന് ആവശ്യപ്പെട്ട് വഞ്ചിയൂർ പോലീസിൽ പരാതി നൽകി. അപ്പൊ നിയമപരമായ ഒരു പോരാട്ടം ഈ അഴിമതിക്കെതിരെ ഞങ്ങൾ ആരംഭിച്ചു. ദേവൻ MP സംഭവ സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ദേവൻ, എന്താണ് KPMSലെ പ്രശ്നം? ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ടോ? അവിടെ സംഘർഷ സാധ്യതയുണ്ടല്ലോ. ഇതിൽ KPMSനുള്ളിൽ തന്നെ ഇരു വിഭാഗങ്ങൾ, അതായത് ഔദ്യോഗിക പക്ഷത്തിനെതിരെ ഇപ്പോൾ ഒരു വിമത പക്ഷം ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ KPMSനുള്ളിൽ ഈ സംഘടനയ്ക്കുള്ളിൽ തന്നെ നേതാക്കൾ തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. 2 മാസം മുൻപാണ് ആലപ്പുഴയിൽ വെച്ചിട്ട് KPMSന്റെ സംസ്ഥാന സമ്മേളനം പൂർത്തിയാക്കുകയും പുതിയ ഭാരവാഹികളെല്ലാം തന്നെ നിലവിലുണ്ടായിരുന്ന ഭാരവാഹികൾ തന്നെ തുടരുകയാണ്. ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പെല്ലാം തന്നെ പൂർത്തിയായിരുന്നു. എന്നാൽ ഇതിനുശേഷം ഇപ്പോൾ നിലവിലുള്ള ഭാരവാഹിയായിട്ടുള്ള KPMSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പുന്നല ശ്രീകുമാറിനെതിരെ ഇപ്പോൾ ഒരു വിഭാഗം രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ബൈജു കലാശാലയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗമാണ് ഇപ്പോൾ ഈ ഔദ്യോഗിക പക്ഷത്തിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമായും സാമ്പത്തിക ഇടപാടുകളിൽ ചില തിരിമറികൾ നടന്നിട്ടുണ്ടെന്നും ഒപ്പം തന്നെ KPMSന്റെ സംഘടന അംഗത്വത്തിനുള്ള ഒരു ഫീസ്, അത് മുൻപ് 10 രൂപയായി തുടങ്ങിയിരുന്ന ഫീസ് ഇപ്പോൾ 3000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത്തരത്തിൽ KPMSലേക്ക് അടുക്കുന്ന അല്ലെങ്കിൽ ഈ സംഘടനയിലേക്ക് അടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുള്ള കാര്യമാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂരിൽ കഴിഞ്ഞ മാസം തൃശ്ശൂരിൽ വെച്ചിട്ട് നടന്ന KPMSന്റെ ജില്ലാ കൺവെൻഷനിൽ അവിടെ ഒരു പുതിയ സംസ്ഥാന ഭാരവാഹിത്വത്തെ തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. 53 അംഗങ്ങളുള്ള ഒരു സംസ്ഥാന ഭാരവാഹിത്വത്തിന് അവിടെ തുടക്കം കുറിച്ചു. അതിനുശേഷം തൃശ്ശൂരിന് പുറമെ ഇടുക്കിയിലും എറണാകുളത്തും തിരുവനന്തപുരത്തും ഇത്തരത്തിൽ ജില്ലാ കൺവെൻഷനുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഒരു പുതിയ വിഭാഗം KPMSന് സമാന്തരമായി തന്നെ മറ്റൊരു സംഘടനയ്ക്ക് ഇപ്പോൾ രൂപം നൽകി വരികയാണ്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ആലപ്പുഴയിലും ഇത്തരത്തിലുള്ള ഒരു ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. മാവേലിക്കരയിലായിരുന്നു ഈ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. എന്നാൽ ഈ കൺവെൻഷൻ നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ KPMSന്റെ തന്നെ മറ്റൊരു വിഭാഗം, പുന്നല ശ്രീകുമാറിനെ പിന്തുണയ്ക്കുന്ന വിഭാഗം എന്നാണ് പറയുന്നത്, ഇവർ ഈ കൺവെൻഷൻ നടക്കുന്ന വേദിയിലേക്ക് എത്തിയത്. ഏകദേശം 30ഓളം ആളുകളായിരുന്നു ഈ കൺവെൻഷന്റെ ഭാഗമായി ഇന്നിപ്പോൾ ആലപ്പുഴ മാവേലിക്കരയിൽ എത്തിയിരുന്നത്. ബൈജു കലാശാലയുടെ നേതൃത്വത്തിലുള്ള 30ഓളം KPMSന്റെ പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കൺവെൻഷൻ നടത്താൻ അനുവദിക്കില്ല എന്ന് കാട്ടിക്കൊണ്ടാണ് മറ്റ് ഒരു 100ലധികം വരുന്ന എതിർ വിഭാഗം ഈ സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് എത്തുകയും അവരുടെ KPMSന്റെ തന്നെ കൊടിമരവും കൊടിയുമെല്ലാം തന്നെ വ്യക്തമാണ്. ദേവൻ MP ആണ് വിവരങ്ങളുമായി ചേർന്നത്.